ഓം നമഃശിവായ. 2025 ജനുവരി മാസം 25-ാം തീയതി ശനിയാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് ഗ്രഹസ്ഥിതി പറഞ്ഞുതരാം. രാഹു മീനൻ രാശിയിൽ നിൽക്കുന്നു, വ്യാഴം ഇടവൻ രാശിയിൽ നിൽക്കുന്നു, ചൊവ്വ മിഥുനൻ രാശിയിൽ നിൽക്കുന്നു, കേതു കന്നി രാശിയിൽ നിൽക്കുന്നു, ചന്ദ്രൻ വൃശ്ചികൻ രാശിയിൽ നിൽക്കുന്നു, സൂര്യനും ബുധനും മകരൻ രാശിയിൽ നിൽക്കുന്നു, ശനിയും ശുക്രനും കുംഭൻ രാശിയിൽ നിൽക്കുന്നു. ഇതാണ് ഗ്രഹസ്ഥിതി. ഈ ഗ്രഹസ്ഥിതി പ്രകാരമാണ് ഞാൻ നക്ഷത്രഫലം പറയുന്നത്. പ്രിയപ്പെട്ടവർ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ആദ്യമായിട്ട് മേടക്കുറുകാരുടെ കാര്യം പറയാം. മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക നാളുകാർക്ക് ശനിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായി ശനി ഏതു മേഖലകളിലും ധൈര്യത്തോടുകൂടി കടന്നു ചെന്ന് പ്രവർത്തന വിജയം നേടുവാൻ, അതോടൊപ്പം തന്നെ വലിയൊരു ലാഭം നേടുവാനുള്ള അവസരം ശനി കൊടുക്കുന്ന ദിവസമാണ് ശനിയാഴ്ച ദിവസം. അതുകൂടാതെ ഈ മേടക്കുറുകാർക്ക് മറ്റൊരു വലിയ നേട്ടം കൂടി കൊടുക്കുന്നുണ്ട്. മേടക്കുറിൽപ്പെട്ട പുരുഷ ജാതകരായ ചെറുപ്പക്കാർക്ക് വിവാഹം ആലോചിക്കുമ്പോൾ സുന്ദരി സമാഗമത്തിൽ കൂടി ധനം വന്നു ചേരുവാനുള്ള ഒരു വലിയ മഹാഭാഗ്യം തന്നെ ശനി കൊടുക്കുന്നു. ശുക്രൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ്. മേടക്കുറുകാരുടെ രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ്. രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ ധനഭാവമാണ്. അതുപോലെ തന്നെ ശുക്രൻ 7-ാം ഭാവത്തിൻ്റെ അധിപനുമാണ്. വിവാഹ ജീവിത ഭാവത്തിൻ്റെ അധിപനാണ് ഈ ശുക്രനാണ് ശനിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ ജാതകർക്ക് ഏത് മേഖലകളിലും കടന്നു ചെന്ന് സർവ്വ സ്വാതന്ത്ര്യത്തോടുകൂടി പ്രവർത്തിച്ച് ലാഭവിജയം നേടുവാനുള്ള ഒരു പ്രചോദനം കൊടുക്കുന്ന ശനി സുന്ദരീ സമാഗമത്തിൽ കൂടി ഈ ജാതകർക്ക് ധനത്തെയും ഒരു സുന്ദരിയെയും കൊടുക്കുന്ന ഒരു സുന്ദര സുദിനമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളത് മേടക്കുറുകാർ അറിഞ്ഞുകൊള്ളുക. ഇത് വലിയൊരു മഹാഭാഗ്യം തന്നെ. 2025 ജനുവരി മാസം 28-ാം തീയതിയോടുകൂടി ശുക്രൻ മീനൻ രാശിയിലേക്ക് രാശിപ്പകർച്ച നടത്തും. പിന്നെ ഈ 2025 വർഷം അങ്ങനെ ഒരു അവസരം ഉണ്ടാകുന്നതല്ല എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരൻ 2 പാദം നാളുകാരുടെ കാര്യമാണ് പറയുന്നത്. ശ്രദ്ധയോടുകൂടി കേൾക്കുക. ശനിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശനി എന്ത് നേട്ടമാണ് ഇടവക്കുറുകാർക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ശനി ശുക്രനുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുന്ന ശനിയാഴ്ച ദിവസമായതുകൊണ്ട് ഈ നാളുകാർക്ക് കലാപരമായ പ്രവർത്തനങ്ങളിൽ കഴിവ് കാണിച്ച് അംഗീകാരവും പ്രശസ്തിയും കീർത്തിയും പദവിയും ഒക്കെ നേടിയെടുക്കുവാൻ വേണ്ടി ശനി എല്ലാവിധമായ പിന്തുണയും നൽകുന്ന ഒരു ദിവസമാണ് ശനിയാഴ്ച ദിവസം. ഈ നേട്ടമാണ് ഇടവക്കുറുകാർക്ക് വന്നു ചേരുന്നത് ശനിയാഴ്ച ദിവസം. മറ്റു പല പ്രകാരങ്ങളിലും പല വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ മാനുഷികമായി അവർക്കുണ്ടാകാം. കുടുംബസുഖം കുറഞ്ഞെന്ന് വരാം, ദാമ്പത്യ ജീവിത സുഖം കുറഞ്ഞെന്ന് വരാം. എങ്കിലും കലാപ്രവർത്തനങ്ങളിൽ കൂടി കഴിവ് തെളിയിച്ച് കീർത്തിയും പദവിയും ധനനേട്ടവും ഉൾപ്പെടെയുള്ള നല്ല അനുഭവങ്ങൾ വന്നു ചേരുവാൻ വേണ്ടി ശനി സഹായിക്കുന്ന ഒരു ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളത് ഇടവക്കുറുകാർ അറിഞ്ഞിരിക്കുക. ഇനിയും മിഥുനക്കുറിൽപ്പെട്ട മകരൻ 2 പാദം തിരുവാതിര പുണർദം മുക്കാൽ നാളുകാർക്ക് ശനിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശനി എന്ത് നേട്ടമാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ശനിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശനി ഈ ജാതകർക്ക് വലിയൊരു നേട്ടത്തെ കൊടുക്കുന്നു. എന്ത് നേട്ടമാണ്? അനാവശ്യമായിട്ടുള്ള ആടയാഭരണങ്ങൾ മൂലം വന്നു ചേരുന്ന ധനച്ചെലവ്, അത് വലിയൊരു ചെലവാണ്. ആ ചെലവിൽ നിന്നും ഈ ജാതകരെ തടഞ്ഞു നിർത്തുന്നു. അനാവശ്യമായിട്ടുള്ള ധനവ്യയം ഇവരിൽ നിന്നും ശനി ഒഴിവാക്കി കൊടുക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾ മുഖേനയുള്ള ഒരു കാര്യവിജയം ഉണ്ടായി അവരുടെ ജീവിതം ഭാഗ്യകരമായ അനുഭവത്തിൽ കൂടി പോകാൻ വേണ്ടിയുള്ള എല്ലാവിധമായ സഹായങ്ങളും ശനി ചെയ്തു കൊടുക്കുന്നു. ഭാഗ്യത്തെ കൊടുക്കുന്നു. സ്ത്രീകൾ മുഖേനയുള്ള ഭാഗ്യത്തെയും കൊടുക്കുന്ന ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും ഇവർക്ക് കാര്യമായി ഉണ്ടാകണമെന്നില്ല. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് ഇവരുടെ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ മോശമായ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ജാതകർക്ക് ശനി കൊടുക്കുന്ന നേട്ടം എന്ന് പറയുന്നത് ആടയാഭരണങ്ങൾ വാങ്ങിച്ച് ധനം അനാവശ്യമായി ചെലവഴിച്ച് കളയാൻ ഈ ജാതകരെ സമ്മതിക്കാതെ അവിടെ തടസ്സം നിൽക്കുക. അതുപോലെ തന്നെ സ്ത്രീകൾ മുഖേനയുള്ള കാര്യവിജയം ഇവർക്ക് ഒരു ഭാഗ്യാനുഭവമായി കൊടുക്കുക. ഇതാണ് ശനി കൊടുക്കുന്ന നേട്ടം എന്നുള്ളത് മിഥുനക്കുറുകാർ അറിഞ്ഞിരിക്കുക. ഇനിയും കർക്കിടകക്കുറുകാരിലേക്ക് കടന്നു വരാം. കർക്കിടകക്കുറുകാർക്ക് ശനി നേട്ടമാണോ കോട്ടമാണോ കൊടുക്കുന്നത് എന്നുള്ളത് ചിന്തിക്കാം. കർക്കിടകക്കുറുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായി ശനി അഷ്ടമരാശിയിൽ നിൽക്കുന്ന ഒരു ശനിയാഴ്ച ദിവസമാണ്. അഷ്ടമരാശിയിൽ ശനി മാത്രമല്ല ശുക്രനും നിൽക്കുന്നു. ശനി ശുക്ര യോഗം അഷ്ടമരാശിയിലാണ് വന്നു ചേരുന്നത്. അപ്പോൾ കർക്കിടകക്കുറുകാരെ സംബന്ധിച്ച് പ്രതിസന്ധിയാണ് വന്നു ചേരുവാൻ സാധ്യതയുള്ളതെന്ന് പ്രിയപ്പെട്ടവർക്ക് അറിയാമല്ലോ. ഏത് ഗ്രഹം അഷ്ടമത്തിൽ നിന്നാലും കഷ്ടത്തെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ കർക്കിടകക്കുറിൽപ്പെട്ട പുരുഷ ജാതകരെ സംബന്ധിച്ചിടത്തോളം
അവർക്ക് സ്ത്രീകൾ മുഖേനയുള്ള കഷ്ടതകൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നുള്ളതാണ് ജ്യോതിഷ അഭിപ്രായം. അതുപോലെ തന്നെ അവർക്ക് രോഗം, കടം, ശത്രുത അങ്ങനെയുള്ള പ്രതിസന്ധികളും ശനി അവർക്ക് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശനി സ്ത്രീകൾ മുഖേനയുള്ള കഷ്ടതകളും പ്രയാസങ്ങളും ഈ ജാതകർക്ക് കൊടുക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ശനി 2025 മാർച്ച് മാസം 29-ാം തീയതി ഈ അഷ്ടമരാശിയിൽ നിന്ന് ശനി മാറും. ശുക്രൻ ഈ ജനുവരി മാസം 28-ാം തീയതി മീനൻ രാശിയിലേക്ക് രാശിപ്പകർച്ച നടത്തും. അപ്പോൾ അങ്ങനെ ഇവരുടെ ജീവിതത്തിലെ കഷ്ടതകളും പ്രയാസങ്ങളും ലഘൂകരിക്കപ്പെടുന്ന ഒരു സമയമാണ് ഇനി മുമ്പോട്ടുള്ളത്. മാർച്ച് കഴിയുമ്പോൾ പിന്നെ ഏപ്രിൽ മുതൽ ഇവർക്കൊരു ആശ്വാസം ജീവിതത്തിൽ തീർച്ചയായിട്ടും വന്നു ചേരും. അത് വലിയൊരു പ്രതിസന്ധിയിൽ കൂടിയാണ് ഇവരെ ഈ മോശമായ സമയം എന്ന് പറയുന്ന വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഈ ജാതകരുടെ ജീവിതത്തിലുള്ളത്. അതിന് മാറ്റം വരാൻ പോവുകയാണ്, ആശ്വസിക്കുക. അപ്പോൾ ഇപ്പോഴത്തെ മറ്റ് ഗ്രഹസ്ഥിതികളും അത്ര അനുകൂലമല്ല. 7-ൽ സൂര്യൻ നിൽക്കുന്നു, അത് നല്ലതല്ല. ദാമ്പത്യ ജീവിത വിഷയങ്ങൾ തന്നെ ഉണ്ടാകുന്ന സമയമാണ്. 12-ലെ ചൊവ്വ ഭൂമി സംബന്ധമായിട്ടുള്ള നഷ്ടം വന്നു ചേരുന്ന സമയമാണ്. ഭൂമി വിൽക്കുന്നവർക്കൊക്കെ വില കുറഞ്ഞ രീതിയിലായിരിക്കും ഭൂമി വിറ്റ് പോകുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദോഷവും കൂടിയുണ്ട്. ലാഭമൊന്നും കിട്ടണമെന്നില്ല. അപ്പോൾ മറ്റ് ഗ്രഹസ്ഥിതികളൊക്കെ നോക്കുമ്പോൾ അത്ര അനുകൂലമായ സാഹചര്യമല്ല ഇപ്പോൾ കർക്കിടകക്കുറുകാർക്കുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ കർക്കിടകക്കുറുകാരെ സംബന്ധിച്ചോളം ശനിയാഴ്ച ദിവസം അത്ര അനുകൂലമായ ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി നമുക്ക് ചിങ്ങക്കുറുകാരുടെ കാര്യം പെട്ടെന്ന് ചിന്തിക്കാം. ചിങ്ങക്കുറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാർക്ക് ശനിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശനി എന്ത് നേട്ടമാണ് കൊടുക്കുന്നത്? ശനി ഇവർക്ക് കാര്യമായ നേട്ടത്തെ ഒന്നും കൊടുക്കത്തില്ല. 7-ാം ഭാവത്തിൽ ശനി ശുക്ര യോഗം ചെയ്ത് നിൽക്കുന്നു. ശനിയും ശുക്രനും ഒന്നും തന്നെ ഇവർക്ക് കൊടുക്കുന്ന ഒരു ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. പ്രത്യേകിച്ച് ശുക്രൻ്റെ ശത്രു ക്ഷേത്രമാണ് ഈ ചിങ്ങൻ രാശി. അതുപോലെ തന്നെ ശനിയും സൂര്യനെ ശത്രുവായിട്ട് കാണുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ശത്രുതകൾ വന്നു ചേരുവാൻ, അഭിപ്രായ വ്യത്യാസം, കലഹമൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളതാണ് ചിങ്ങക്കുറുകാർ അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ ഇവർക്ക് സുഖസ്വസ്ഥ ദേവന്മാർ അത്ര അനുകൂലമാകണമെന്നില്ല. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള സ്ഥിതിയും അത്ര മെച്ചമാകണമെന്നില്ല. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്നവരൊക്കെ സൂക്ഷിക്കണം. വാഹനത്തിന് കേടുപാടുകളൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ദിവസവുമാണ് ഈ ശനിയാഴ്ച ദിവസം എന്നുള്ളതും കൂടി അറിഞ്ഞിരിക്കുക. ഇനിയും കന്നിക്കൂറുകാരുടെ കാര്യം പറയാൻ പോകുന്നു. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാർക്ക് ശനിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശനി 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയാഴ്ച ദിവസമാണ്. അപ്പോൾ ശനി 6-ാം ഭാവത്തിൽ നിന്നാൽ എന്ത് നേട്ടമാണ്? ശനി ഒരു പാപഗ്രഹമാണ്. 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. എന്നാൽ ഒരു വ്യക്തി ജനിക്കുന്ന സമയത്ത് ഈ ശനി അനിഷ്ടസ്ഥാന സ്ഥിതനാണെങ്കിൽ ഇപ്പോൾ ചാരവശാൽ 6-ൽ നിൽക്കുന്നത് കൊണ്ടുള്ള വലിയ നേട്ടമൊന്നും ജാതകന് സംഭവിക്കുകയില്ല, വന്നു ചേരുകയില്ല. 6-ാം ഭാവത്തിൽ ശനി നിന്നാൽ കടബാധ്യത, ശത്രുത, രോഗം എന്നിവയിൽ യാതൊരുവിധ പ്രതിസന്ധിയും ആ ജാതകൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. കടബാധ്യതകൾ ഉണ്ടാകത്തില്ല, ശത്രുഭയം ഉണ്ടാകത്തില്ല, മാരകമായ രോഗങ്ങളൊന്നും പിടിപെടുകയില്ല എന്നാണ് ജ്യോതിഷം പറയുന്നത്. എന്നാൽ ജനിച്ച സമയത്ത് ഈ ശനി അനിഷ്ടസ്ഥാന സ്ഥിതനാണെങ്കിൽ 6-ാം ഭാവത്തിൽ വന്നാൽ സംഗതി തിരിച്ചാകും. കടബാധ്യതകളാൽ ഭാരപ്പെടും, ശത്രുതയാൽ ഭാരപ്പെടും. അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധി, ശത്രുഭയമൊക്കെ ഉണ്ടായി പ്രതിസന്ധിയിൽ കഴിയുവാനും സാധ്യതയുണ്ടെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ 2-ാം ഭാവത്തിൻ്റെ അധിപനുമായിട്ടാണ്, ഈ ശുക്രനുമായിട്ടാണ് ഈ ശനി യോഗം ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ടുണ്ടാകണമെന്നില്ല. പല വിധത്തിലുള്ള പ്രതിസന്ധികളാൽ, ശത്രുതകളാലും കടഭാരത്താലും ഒക്കെ ഇവർ ഭാരപ്പെടുവാനുള്ള സാഹചര്യമാണ് വന്നു ചേരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയായിരിക്കും ഈ കന്നിക്കൂറുകാർ ഈ ശനിയാഴ്ച ദിവസം കടന്നു പോവുക. അവർക്ക് വളരെ നേട്ടമായിട്ടുള്ള ഗ്രഹസ്ഥിതികളൊന്നും തന്നെ ഇപ്പോൾ ഇല്ല. അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം അവർക്ക് വലിയ നേട്ടം തരുന്ന ഗ്രഹസ്ഥിതി മറ്റ് ഗ്രഹങ്ങളൊന്നും അവരെ കാര്യമായിട്ട് സ്വാധീനിക്കുന്നില്ല. മറ്റുള്ള ഗ്രഹങ്ങൾ ഇപ്പോൾ സൂര്യനും ബുധനും ശനിയുടെ 12-ലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവർക്ക് കാര്യമായിട്ടുള്ള മറ്റ് സാഹചര്യങ്ങൾ ഒന്നും അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഗ്രഹസ്ഥിതി ഇല്ല എന്നുള്ളതാണ് കന്നിക്കൂറുകാരുടെ അനുഭവം എന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദം, ചോതി, വിശാഖ, മുക്കാൽ നാളുകാർക്ക് ശനിയാഴ്ച ദിവസത്തെ അനുഭവം എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ശനിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശനി 5-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ 5-ാം ഭാവത്തിൽ ശനി നിന്നാൽ ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം പുത്രനാശം സംഭവിക്കും. ഇവരുടെ മക്കൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ ബുദ്ധിഭ്രമം ഉണ്ടാകാം,
കാര്യപരാജയമുണ്ടാകാം. ഉദ്യോഗമുണ്ടെങ്കിൽ അതിന് അധപ്പതനമുണ്ടാകും. വ്യവസായം ചെയ്യുന്നവരാണെങ്കിൽ അധപ്പതനമുണ്ടാകും. വ്യാപാരം ചെയ്യുന്നവരാണെങ്കിൽ അത് നിന്നു പോകും. അങ്ങനെ പ്രതിസന്ധികളിൽ അകപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഒരു ഗ്രഹനിലയാണ് 5-ലെ ശനി. അപ്പോൾ ഈ ശനിയോടുകൂടി ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനും ഇവരുടെ അഷ്ടമത്തിൻ്റെ അധിപനായ ശുക്രനും, ജന്മത്തിൻ്റെയും അഷ്ടമത്തിൻ്റെയും അധിപനാണ് ശുക്രൻ, ഈ ശുക്രനാണ് ശനിയോട് യോഗം ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് പ്രതികൂലമായ അനുഭവമാണ് വന്നു ചേരുക. അഷ്ടമത്തിൻ്റെ അധിപനാണ് ശനിയോട് ചേരുന്നത്. അപ്പോൾ നേട്ടമൊന്നും വന്നു ചേരത്തില്ല. ഭാഗ്യഭാവത്തിൻ്റെയോ തൊഴിൽ ഭാവത്തിൻ്റെയോ 12-ാം ഭാവത്തിൻ്റെ അധിപനൊന്നും അല്ല ചേരുന്നത്. അപ്പോൾ അഷ്ടമത്തിൻ്റെ അധിപനാണ് ചേരുന്നത്. അതുകൊണ്ട് ജന്മഭാവത്തിൻ്റെ അധിപനുമായതുകൊണ്ട് ഇവർക്ക് ബുദ്ധിഭ്രമം, പലർക്കും മാനസികമായ അസ്വാസ്ഥ്യങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഈ സമയം മാറാൻ പോവുകയാണ്. ശനി ഇനിയിപ്പോൾ മാറിക്കഴിഞ്ഞാൽ അതിനൊരു മാറ്റം വരും. തുലാക്കൂറുകാരുടെ ജീവിതത്തിലൊരു മാറ്റം വരും. 2 മാസം കൂടി പിടിച്ചു നിൽക്കുക, ഈ പ്രതിസന്ധി മാറും. അപ്പോൾ ജനിച്ച സമയത്ത് ഈ ശനി ദോഷം ചെയ്യുന്നവർക്കാണ് ഇപ്പോൾ വളരെ കൂടുതലായിട്ടുള്ള ഈ ദോഷം അനുഭവിക്കുന്നത്. അത് ഒട്ടുമിക്ക ആൾക്കാർക്കും അങ്ങനെയുള്ള വിഷയങ്ങൾ നേരിടുന്നുണ്ട്. ഞാനത് കൈകാര്യം ചെയ്യുന്നൊരു വിഷയമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകളും പൂജകളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെയാണ് മരണത്തിൽ നിന്നുമൊക്കെ അവരെ പിടിച്ചു നിർത്തി നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അത് വളരെ മോശമായ, പലരും മാനസികമായ അസ്വാസ്ഥ്യങ്ങൾ പ്രകടിപ്പിക്കുന്നതാണ്. അങ്ങനെയുള്ള അനുഭവമാണ് കൂടുതലായിട്ടും വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സമയം തീരാൻ പോവുകയാണ് എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ ആശ്വാസത്തിൻ്റെ ദിനങ്ങൾ കടന്നു വരുവാൻ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. പ്രതീക്ഷയോട് കാത്തിരിക്കുക. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ച് ഈ ശനിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശനി എന്ത് നേട്ടമാണ് കൊടുക്കുന്നത്? പ്രത്യേകിച്ച് നേട്ടമൊന്നും ശനി ഇവർക്ക് കൊടുക്കുന്നില്ല. ശനി ഇവരെ ബന്ധിച്ച് വെച്ചിരിക്കുകയാണ്. ശനി എന്ന് പറയുന്ന ഗ്രഹം വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ഇവരുടെ മാതാവിൻ്റെ സ്ഥിതിയുമൊക്കെ ബന്ധിച്ച് നിർത്തിയിരിക്കുകയാണ്. വലിച്ചു മുറുക്കി കെട്ടിവെച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു കഴിഞ്ഞ 2 വർഷത്തിലധികമായിട്ടുള്ള സമയം. ഈ കയറ് പൊട്ടിച്ചൊന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ഒരുപാട് പേർ ഈ ലോകത്തുള്ള ഒരുപാട് ക്ഷേത്രങ്ങളിൽ പൂജകളും വഴിപാടുകളുമെല്ലാം ഒരേ സമയം ചെയ്തുകൊണ്ടിരുന്നു. പലർക്കും ഒന്ന് ചലിക്കാൻ പോലും പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ശനി ഇവർക്ക് 4-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് ഇവരുടെ ജീവിതത്തെ ഫ്രീസ് ചെയ്ത് മരവിപ്പിച്ച് നിർത്തിക്കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. ഒരുപാട് പേർ മക്കളുടെ വിവാഹം നടക്കാൻ വേണ്ടി ജ്യോത്സ്യന്മാർ പറയുന്നത് കേട്ട് ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയി പൂജ ചെയ്ത് തുടർച്ചയായിട്ട് എല്ലാ മാസവും തുടർച്ചയായിട്ട് എല്ലാ ആഴ്ചകളിലുമൊക്കെ ജ്യോത്സ്യന്മാർ പറയുന്നത് കേട്ട് ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയി പൂജകളും വഴിപാടുകളൊക്കെ ചെയ്തിട്ട് ഒന്നും ഇവർക്ക് നേടാൻ പറ്റിയിട്ടില്ല. കാരണം ശനി അതുപോലെ ഇവരെ പിടിച്ച് മുറുക്കി വെച്ചിരിക്കുകയാണ്. എന്താണ് ശനിക്ക് ഇത്രയും ശത്രുത വരാൻ കാരണം? ഈ വൃശ്ചികക്കൂറിൻ്റെ അധിപനായ ചൊവ്വയെ ശനി ശത്രുവായിട്ട് കാണുന്നു. അതുമാത്രമല്ല, ഈ ശനിയുടെ ദൃഷ്ടി ഈ വൃശ്ചികൻ രാശിയിൽ വരുന്നുണ്ട്. അതെങ്ങനെയാണ് വരുന്നത്? ശനിക്ക് 10-ാം ഭാവത്തിൽ ദൃഷ്ടിയുണ്ട്. അതായത് 7-ാം രാശി എന്ന് പറഞ്ഞാൽ 7-ാം ഭാവം എന്ന് പറഞ്ഞാൽ ചിങ്ങമാണ്, 8 കന്നിയാണ്, 9 തുലാമാണ്, 10 വൃശ്ചികമാണ്. അപ്പോൾ ശനിയുടെ ദൃഷ്ടി ഈ 10-ാം ഭാവത്തിലേക്ക് വരുന്നത് കൊണ്ട് ഇവരെ അങ്ങ് വലിച്ചു മുറുക്കി കെട്ടിവെച്ചിരിക്കുകയായിരുന്നു ശനി. അതുകൊണ്ട് ഇവർക്ക് ആ ചങ്ങല പൊട്ടിച്ച് പുറത്തു പോകാൻ പറ്റിയിട്ടില്ല. എന്നാൽ ജീവിച്ചിരുന്ന കാലത്ത്, അല്ലെങ്കിൽ ഈ ഒരു അനുഭവത്തിന് മുമ്പ്, ഈ പ്രതിസന്ധിക്ക് മുമ്പ് പ്രായമുള്ളവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന ഏതൊരു വ്യക്തിയെയും, അങ്ങനെ ചെയ്തു വന്നിരുന്ന ഏതൊരു വ്യക്തിയെയും ഈ ശനീശ്വരൻ അനുഗ്രഹിക്കുന്നതല്ലാതെ അവർക്കാർക്കും ഒരു ദ്രോഹവും ചെയ്യത്തില്ല. പ്രായമായവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യാതെ, അത് ജാതി നോക്കാതെ, മതം നോക്കാതെ, നിറം നോക്കാതെ ഏതു പ്രായമുള്ളവരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരെ ശനി അനുഗ്രഹിക്കും. ശബരിമലയ്ക്ക് പോകണമെന്നൊന്നുമില്ല. ഈ ഒരു കാര്യം ചെയ്താൽ മതി, ശനീശ്വരൻ അവരെ വാരിക്കോരി അനുഗ്രഹിക്കും. ഏറ്റവും കൂടുതലായിട്ട് അനുഗ്രഹിക്കുന്ന ഗ്രഹമാണ് ശനി. വാരിക്കോരി കൊടുത്താൽ വ്യാഴമൊക്കെ കൊടുക്കുന്നതിൻ്റെ 10 മടങ്ങാണ് ശനി കൊടുക്കുന്നത്. പക്ഷേ ഇതാണ് ഒരു വ്യവസ്ഥ. പ്രായമുള്ളവരെ മാനിക്കണം, ആദരിക്കണം, ബഹുമാനിക്കണം. അവിടെ ജാതി നോക്കരുത്, നിറം നോക്കരുത്, കഴിവ് നോക്കരുത്. അവരെ ബഹുമാനിക്കുന്നവരെ ശനീശ്വരൻ ബഹുമാനിക്കും. അവർക്കാണ് അതിൻ്റെ ഭാഗ്യമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുക. അപ്പോൾ ഈ ശനിയാഴ്ച ദിവസവും ഈ നാളുകാരെ സംബന്ധിച്ച് വലിയ അനുഭവങ്ങളൊന്നും നേട്ടമായിട്ട് വരാൻ ഇല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം.
ഇനിയും ധനുക്കുറുകാരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ധനുക്കുറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ ശനിയാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ്. ധനധാന്യ സമൃദ്ധി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നൊരു ദിവസമാണ്. തൊഴിൽ മേഖലകളിൽ ഉന്നതമായ സ്ഥാനപ്രാപ്തിക്ക് അർഹരാകുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ നല്ല ഉത്സാഹത്തോടു കൂടി പെരുമാറുന്ന ദിവസമാണ്. പോസിറ്റീവ് എനർജി ഉണ്ടാകുന്ന ദിവസമാണ്. സഹോദര ഗുണം അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നൊരു ദിവസമാണ്. സഹോദര സ്ഥാനത്തുള്ള സ്ത്രീകൾ മുഖേനയുള്ള നേട്ടങ്ങൾ അവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ കുടുംബസുഖവും ധനപരമായ നേട്ടവും അവർക്ക് വന്നു ചേരുന്നു. അവർക്കിനിയിപ്പോൾ രാജയോഗ കാലമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അടുത്ത അധ്യായത്തിൽ പറയാം, അടുത്ത ദിവസം പറയാം. അപ്പോൾ ശനിയാഴ്ച ദിവസം എന്തുകൊണ്ടും ഇവർക്ക് വലിയ നേട്ടം തന്നെയാണ് എന്നുള്ളതാണ് ധനുക്കുറുകാർ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി മകരക്കുറാണ്. മകരക്കുറിൽപ്പെട്ട ഉത്രാടം, മുക്കാല്, തിരുവോണം, ഔട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് ഈ ശനിയാഴ്ച ദിവസം 2ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. 2ാം ഭാവം എന്ന് പറഞ്ഞാൽ മാരകഭാവമാണ്. ചില സാഹചര്യങ്ങളിൽ മാരകഭാവമാണ്. അതായത് മരണത്തെ കൊടുക്കുന്ന അല്ലെങ്കിൽ മോശം അനുഭവത്തെ കൊടുക്കുന്ന ഭാവമാണ് 2ാം ഭാവം. എന്നാൽ 2ാം ഭാവം ധനഭാവമാണ്, വിദ്യയുടെ ഭാവമാണ്, കുടുംബഭാവമാണ്, അങ്ങനെയുണ്ട്. പക്ഷെങ്കിൽ ചില സാഹചര്യങ്ങളിൽ 2ാം ഭാവം മാരകമായ ഭാവമാണ്. അപ്പോൾ ഇവിടെ ഈ മകരക്കുറുകാരെ സംബന്ധിച്ച് 2ലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ ചില ജാതകരെ സംബന്ധിച്ച് ശനി ദോഷത്തെ കൊടുക്കുന്നു. അവർക്ക് ധനം തികയാത്ത അവസ്ഥ, കടബാധകളിൽ കൂടി പോകുന്നു, കടം കൊടുത്തു തീർക്കാൻ പറ്റുന്നില്ല, മരണത്തെ മുഖാമുഖമായി കാണുന്നു, രോഗത്താൽ ഭാരപ്പെടുന്നു, പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അവർക്ക് ഈ ശനിയുടെ ദോഷത്താൽ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ചിലരെ സംബന്ധിച്ച് ഈ വക ദോഷങ്ങളൊന്നുമില്ല. 2ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി അവർക്ക് ധനത്തെ കൊടുക്കുന്നു. അതാണ് പ്രത്യേകത. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടിയാണ് ഈ നാളുകാർ കടന്നു പോവുക. അപ്പോൾ ശനിയാഴ്ച ദിവസം സ്വക്ഷേത്രമായ കുംഭൻ രാശിയിൽ നിൽക്കുന്ന ശനി മകരക്കുറുകാരെ സംബന്ധിച്ച് ശനിയുടെ മക്കളാണ്. അവർക്ക് നല്ല അനുഭവങ്ങളാണ് കൊടുക്കേണ്ടത്. എന്നാൽ ചിലർക്കൊക്കെ തിക്താനുഭവങ്ങൾ വന്നു ചേരുന്നുണ്ട് എന്നുള്ളതും സത്യമാണ്. അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം എന്തായാലും 2 വിധത്തിലുള്ള അനുഭവങ്ങളാണ് ഈ നാളുകാർക്ക് വന്നു ചേരുക. ചിലർക്ക് ധനപരമായിട്ടുള്ള നേട്ടം, സമൃദ്ധി, സൗഭാഗ്യം, സന്തോഷം, കുടുംബസുഖം, ധനപരമായ നേട്ടം, അങ്ങനെ എല്ലാം കൊടുക്കുമ്പോൾ ചിലരൊക്കെ ധനം തികയാത്ത അവസ്ഥയും മറ്റുള്ളവരുടെ കടം മേടിച്ച് ജീവിക്കുന്ന സാഹചര്യങ്ങളും രോഗത്താൽ ഭാരപ്പെട്ട് കുടുംബത്തിൻ്റെ സ്ഥിതി മോശമായ അവസ്ഥയിൽ കൂടി പോകുന്നവരുണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും ഈ മകരക്കുറുകാർക്ക് വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടം 2 പാദം, ചതയം, പുരുട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ ശനിയാഴ്ച ദിവസം ശനി ജന്മഭാവത്തിൽ നിൽക്കുന്ന ശനിയാഴ്ച ദിവസമാണ്. ജന്മഭാവത്തിൽ ശനി നിന്നാൽ സ്ഥാനഭ്രംശം, ബന്ധനക്ലേശം, ദുഃഖം, തിക്താനുഭവങ്ങൾ, അനാവശ്യമായ കൂട്ടുകെട്ടുകൾ, ധനനഷ്ടം, അങ്ങനെ ഒരുപാട് പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരേണ്ടത്. എന്നാൽ ശനി ഒരു ശുഭഗ്രഹവുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് പാപാനുഭവങ്ങൾ, തിക്താനുഭവങ്ങൾ കൂടുതലായിട്ടൊന്നും വന്നു ചേരത്തില്ല. കുറേ കാര്യങ്ങളിൽ ശുഭ അനുഭവങ്ങൾ, നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. കുംഭക്കൂറിൽപ്പെട്ട ചെറുപ്പക്കാരായിട്ടുള്ളവർക്ക് വിവാഹം ആലോചിക്കുവാൻ അനുകൂലമായ സമയമാണ്. അവർക്ക് ഭാഗ്യം കൊണ്ട് സുന്ദരിയെ ലഭിക്കും. സുന്ദരീ സമാഗമത്തിൽ കൂടി ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. അതോടൊപ്പം തന്നെ അവർക്ക് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളും വന്നു ചേരും. അപ്പോൾ അങ്ങനെ അനുകൂലമായ ഒരു ദിവസമാണ് ഈ ശനിയാഴ്ച ദിവസം. ജനുവരി മാസം 28-ാം തീയതി വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ജന്മശനിയായിട്ട് തന്നെ പ്രവർത്തിക്കും. എങ്ങനെയാണ്? ജന്മശനി സ്ഥാനഭ്രംശം, ബന്ധനക്ലേശം, ദുഃഖം, ധനനഷ്ടം, അങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങളെ തന്നെ കൊടുക്കും. ഈ ശനിയാഴ്ച ദിവസം ശുക്രനുമായിട്ട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട്, ഒരു ശുഭഗ്രഹവുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട്, അതായത് നിങ്ങൾ ഒരു നല്ലൊരു സുഹൃത്തുമായിട്ട് ചേർന്ന് നിന്നാൽ നിങ്ങൾ നല്ല പ്രവർത്തികളെ ചെയ്യത്തുള്ളൂ. അതേസമയത്ത് നിങ്ങളുടെ സുഹൃത്ത് മോശമാണെങ്കിൽ, മദ്യപാനിയാണെങ്കിൽ, ആ സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾ മദ്യപിക്കാൻ പോകും. ആ സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾ തെറ്റായ മാർഗങ്ങളിലേക്ക് പോകും. അങ്ങനെയല്ലേ എല്ലാവരും? നല്ല കൂട്ടുകാരെ കിട്ടിയാൽ നല്ല അനുഭവങ്ങളാണ് ഉണ്ടാകുക. മോശം കൂട്ടുകാരുടെ കൂടെ കൂട്ടുകൂടിയാൽ മോശം അനുഭവം. മക്കളോട് എന്താണ് പറയുന്നത്? മോനെ, മോളെ, അവൻ മോശമാണ്, അവരോട് കൂട്ടുകൂടരുന്നല്ലേ പറയുന്നത്. അപ്പോൾ ശനി ഇവിടെ ശുക്രനുമായിട്ട് യോഗം ചെയ്യുന്നത് കൊണ്ട് ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ കുംഭക്കൂറുകാരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് വിവാഹം ആലോചിക്കാൻ പറ്റിയ ഒരു സമയമാണ്. ഭാഗ്യം കൊണ്ട് സുന്ദരിയെയും കിട്ടും, ധനവും കിട്ടും, വാഹനവും കിട്ടും, എല്ലാം കിട്ടുന്ന ഒരു സമയമാണ്. അതിൻ്റെ സമയം തീരാൻ പോകുന്നു എന്നുള്ളതും കൂടി പറഞ്ഞുകൊണ്ട് ഇനി മീനക്കുറുകാരുടെ കാര്യം ചിന്തിക്കാം.
മീനക്കുറിൽപ്പെട്ട പുരുട്ടാതി കാലത്തുട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് 12-ൽ ശനി നിൽക്കുന്ന ഒരു ശനിയാഴ്ച ദിവസമാണ്. 12-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് നല്ലതല്ല. ഒരുപാട് പ്രതിസന്ധികളും കഷ്ടതകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ജാതകരുടെ ജീവിതത്തിൽ ശനി കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. സകലത്തിലും നഷ്ടമാണ്. രോഗം, കടബാധ്യത, ശത്രുത, അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ധനനഷ്ടം, സ്ഥാനചലനം, ഉള്ള ജോലിയൊക്കെ പോകുക, ധനത്തിന് അനാവശ്യമായ ചിലവ്, അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ ശനിയാഴ്ച ദിവസം ശുക്രനുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് അല്പം കൂടി ദോഷം കൂടുവാനാണ് സാധ്യത. കാരണം ശുക്രൻ ഇവരുടെ അഷ്ടമത്തിൻ്റെ അധിപനാണ്. അപ്പോൾ അഷ്ടമത്തിൻ്റെ അധിപനായ ശുക്രനുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ വരെ പ്രശ്നങ്ങളുണ്ടാകും. സ്ത്രീകളെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിൽ വരെ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് ശനിയാഴ്ച ദിവസം. നല്ല അനുഭവങ്ങളൊന്നും തന്നെ പ്രതീക്ഷിക്കാനില്ല എന്നുള്ളതാണ്. പിന്നെ തൊഴിൽപരമായിട്ടുള്ള ഒരു സാഹചര്യം ഇവർക്ക് അനുകൂലമായിരിക്കാം. അതൊഴിച്ച് മറ്റു പല കാര്യങ്ങളെല്ലാം തിക്താനുഭവങ്ങൾ വന്നു ചേരാം. രോഗം, കടം, ശത്രുത, ദാമ്പത്യം എന്നീ വിഷയങ്ങളിൽ തീർച്ചയായിട്ടും പ്രതികൂലമായ അനുഭവങ്ങൾ തന്നെ വന്നു ചേരുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നല്ല വാക്കുകൾ കൊണ്ട് കമൻറ്റ് ചെയ്യണം. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുകയും ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർമൈൻഡ് ഓഫ് നോളജ്.